ചാനൽ. എൻ്റെ പേര് സ്വർണ്ണലത. എൻ്റെ ചാനലിൻ്റെ പേരാണ് ഗോൾഡൻ ക്രീപ്പർ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഒറ്റപ്പെടലിനെ പറ്റിയിട്ടാണ്. ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സംഭവമാണല്ലേ. ഡിപ്രഷനിലേക്കും പോകും, അങ്ങനെ പലതും. പക്ഷേങ്കിൽ ഡിപ്രഷനിലൊന്നും എത്തിയിട്ടൊന്നുമില്ല. പക്ഷേ ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു തരം അസുഖം പോലെ എല്ലാം ബാധിച്ചിട്ട് പല തരത്തിലങ്ങ് മാറുന്നുണ്ട്. സോ അങ്ങനെയൊന്നും എല്ലാവരും കരുതണ്ട. കാരണം ഒരു ഒറ്റപ്പെടൽ എന്ന് വെച്ചാൽ അത് ഒരു ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. കാരണം അതിലൂടെ നമുക്ക് നമ്മൾ ആരാന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ തന്നെ, എനിക്ക് വന്നിട്ട് ഒറ്റപ്പെടലുന്നുണ്ട്. ആൾക്കാർ ചുറ്റിലും ഉണ്ട്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരിക്കാനും നമ്മളുടെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ പറയാനും ഒരാൾ ഉണ്ടെങ്കിലും കൂടെ നമുക്കത് പറയണമെങ്കിൽ അവരും കൂടെ നമ്മളോട് എന്നാ ഏതാന്നെല്ലാം ചോദിച്ചാലല്ലേ നമുക്ക് ഒന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ദിവസം രാവിലെ എണീച്ച് നമ്മളുടെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എന്നാ വീട്ടിലുണ്ടാകുമ്പോൾ ഒരു വീട്ടമ്മേൻ്റെ ജോലി എന്ന് വെച്ചാൽ രാവിലെ എണീക്കുക, ഭക്ഷണം ആക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഭക്ഷണം ആക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് ടിഫിനിലാക്കണമെങ്കിൽ ടിഫിനിലാക്കുക, അല്ലെങ്കിൽ കൊടുത്തേണ്ട എല്ലാം ബാഗിലെല്ലാം ആക്കിയെല്ലാം സെറ്റാക്കി വെക്കുക, പാത്രം കഴുകുക, തുണി തിരുമ്പുക, ആറിയിടുക, ഉണക്കുക, എടുക്കുക, മടക്കി വെക്കുക, എല്ലാം തന്നെയല്ലേ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഇതിങ്ങനെ പോകുമ്പോൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാണ്ടാവും. നമ്മളെ തന്നെ എപ്പോഴെങ്കിലും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കുറച്ച് സമയം കണ്ണാടീൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കും, നമ്മളെ വീട്ടിലുള്ള ജോലികളെല്ലാം ചെയ്യും. കണ്ണാടീൻ്റെ മുന്നിൽ വളരെ ചുരുക്കാം പോയി നിന്നിട്ടൊന്ന് മുടി വാരുമ്പം പോയിട്ട് നമ്മളൊന്ന് നിൽക്കുന്നല്ലാണ്ട് ഞാൻ എങ്ങനെയാ ഇല്ലേന്നൊന്നും ഒന്നും ശ്രദ്ധിക്കാറില്ല. കാരണം ആ സമയം കൊണ്ട് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ഓടി ഇങ്ങോട്ടേക്ക് വരുത്താം. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം മനസ്സിലാക്കുക. ആദ്യം നമ്മളൊരു റൊട്ടീനിൽ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നമ്മളെ വീട്ടമ്മമാരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ദിവസം എണീച്ചിട്ട് ദിവസം അങ്ങനെ പോകും. പിന്നെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. അത് ചിലപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോയിട്ടാകാം, അല്ലെങ്കിൽ എന്നാ പറയുക, അങ്ങനെ അങ്ങ് പോകും, അത്ര തന്നെ. പിന്നെ ഈ നടക്കാന്ന് പറഞ്ഞ പോലെ ഞാൻ എന്നെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. ചിന്തിക്കലെന്ന് വെച്ചാൽ ലൈഫിൽ നമ്മൾ എന്താന്ന് ജനിച്ചിട്ട് നമ്മളെ കൊണ്ട് എന്താന്നുള്ള യൂസ് എന്ന് വെച്ചാൽ എന്താന്ന് പറയാം എന്ന് വെച്ചാൽ നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി ഉണ്ടാവുമല്ലോ, വന്നതിന് എന്നാന്ന് ഉദ്ദേശം എന്നുള്ളത്. അപ്പം ഒരു ഹാപ്പിനെസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്നാന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ സ്വയം അറിയുന്നത് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒറ്റക്കുണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക. കുറേ കാലം എന്ന് വെച്ചാൽ എല്ലാവരും ഒപ്പരുണ്ടാകുമ്പോൾ നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഡിസ്റ്റർബൻസ് എന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം കാര്യം നോക്കുന്നതിൽ കൂടുതൽ നമ്മൾ വേറെ ലോട്ടർ ചിന്താഗതിൻ്റെ ഒപ്പരാണ് നമ്മൾ കൂടുതലുണ്ടാവുക. അവർക്ക് അത് വേണം. ഇപ്പോൾ ഹസ്ബൻഡ് ഉണ്ടെങ്കിലും കുട്ടികളുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങൾ ചെയ്തിട്ടല്ലേ നമ്മളെ കാര്യങ്ങൾ പിന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സെല്ലാം സ്റ്റിച്ച് ചെയ്യും, കുട്ടികളതെല്ലാം. അപ്പോൾ ഞാൻ വെച്ച് ഓക്കെ, ഇത് എനിക്കൊരു ജോലി മീൻസ് വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്യാമെന്ന്. പക്ഷേ അത് എടുക്കുമ്പോൾ കൂടെ നമ്മൾ കുറേ ടെൻഷനാണ് അനുഭവിക്കുന്നത്. കാരണം ഒരു കസ്റ്റമർ തുന്നാൻ തന്നാൽ ഓഫ് കോഴ്സ് അതിൻ്റെ അകത്ത് ഒരു വരുമാനമുണ്ട്. പക്ഷേങ്കിലും കൂടെ ആ ടൈമിന് അതാക്കി കൊടുക്കണം. ആക്കി കൊടുത്ത് കഴിഞ്ഞാൽ ഒരു റിലാക്സാണ് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ചങ്ങ് ടെൻഷനിലങ്ങ് ഉണ്ടാവും ആ സമയം.
അപ്പം ഞങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഫ്രീ ആയിട്ടുണ്ടാകുമ്പോൾ പറഞ്ഞ പോലെ നമ്മളെ മൈൻഡും അങ്ങ് ഫ്രീ ആവുമല്ലോ. ഇപ്പം ഞാൻ എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് എന്ന് വെച്ചാൽ എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഒരു മനസ്സിൻ്റെ ഉള്ളിലൊരു സന്തോഷമാണ്, സംതിങ് എന്തോ ഒരു ഒരു സുഖമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ മനസ്സിലാക്കുന്നത് വളരെ കുറവാണ്. നമുക്കെന്നാ വേണ്ടേ ജീവിതത്തിൽ, ഏത് കാര്യം ചെയ്താലെന്ന് നമുക്ക് ഹാപ്പിനെസ് കിട്ടുക, അതൊന്നും നമ്മൾ വീട്ടമ്മമാർ ചിന്തിക്കുന്നേ ഇല്ല. അവർ അങ്ങനെ ഒരു ലൈഫ് ഒരു ദിവസം തുടങ്ങി അങ്ങ് എൻഡാക്കി അങ്ങനെ പോകുന്ന. ഓഫ്കോഴ്സ് ഒരു വീട്ടിലുണ്ടാകുമ്പോൾ പല ജോലിയും ചെയ്യണം, പക്ഷേങ്കിൽ ഒരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യം കൂടെ നമുക്ക് നമ്മളതായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലെങ്കിൽ ആരും നമുക്ക് വേണ്ടിയിട്ട് നീ ഇത് ചെയ്യ് അത് ചെയ്യ്, അതെല്ലാം ഒരു വയസ്സ് വരെ, ചെറിയ വയസ്സ് വരെ എല്ലാം ഓക്കെ, അച്ഛനമ്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തരും, ഓക്കെ ഇങ്ങനെ ആക്കണോ അതേപോലെ ആക്കണോ എന്നെല്ലാം. പക്ഷേ പിന്നെ ഒരു ഏജെല്ലാം കഴിയുമ്പം നമ്മൾ ഗ്രോണപ്പ് ആകുമ്പോൾ നമുക്ക് പിന്നെ ആരും ഒന്നും പറഞ്ഞു തരില്ല. പിന്നെ നമ്മൾ സ്വന്തം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എന്താക്കേണ്ടത് എന്താ ചെയ്യേണ്ടത് എല്ലാം. അതിപ്പം നമ്മളൊരു ഇത് പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ നമ്മൾ പഠിച്ചെടുക്കുക. നമ്മൾ എന്നാണ് നമുക്ക് പ്രോബ്ലംസൂടെ കടന്നു പോകുമ്പോഴല്ലേ നമ്മൾ പല കാര്യങ്ങളും പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒറ്റപ്പെടലുണ്ടാകുമ്പോൾ അന്ന് ഡിപ്രഷൻ എന്നാണ് ഈ ഒന്നും പറയാനും കേൾക്കാനും ഒന്നും ആളില്ലെങ്കിലാണ് ഓരോരുത്തർ സൂസൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൂടുതൽ ചിന്തിക്കുന്നത്. അവർക്കും ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് അവരുടെ ലൈഫിലൊരു എന്താന്ന് പറയാം, ഒരു ഹാപ്പിനെസ് കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ട്. ചെയ്യുന്ന കാര്യത്തിൽ ഹാപ്പിനെസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിലേ നമ്മളെന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഓരോരോ ദിവസം ഇങ്ങനെ കടന്ന് അങ്ങ് പോയിട്ട് നമുക്ക് പിന്നെ ഒരു സമയം ഉണ്ടാവില്ല നമ്മൾ എന്നാണ് ചെയ്യുന്നത് എന്നൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വന്നിട്ട് ഇപ്പം എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഞാൻ പറയുന്നത്, എല്ലാവർക്കും അങ്ങനെ ആകണമെന്നൊന്നുമില്ല. ഓരോരുത്തർക്ക് എന്ന് വെച്ചാൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവർ സന്തോഷമായിട്ട് നിൽക്കുന്നത്. അതേപോലെ ഓരോരോ വ്യക്തിക്കും ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്. ഇപ്പം എനിക്കെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഒരു റിലാക്സേഷൻ ഫീലിംഗ് ആണ്. അതേപോലെ നമ്മൾ സ്വന്തം തിരിച്ചറിഞ്ഞിട്ട് അതിനുള്ള സമയം നമ്മൾ കൊടുക്കണം. ഇപ്പോൾ ഒരു പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രോബ്ലംസിൻ്റെ ഘട്ടങ്ങൾ വരുമ്പോൾ അത് നമ്മൾ പല കാര്യങ്ങളും അത് മറികടക്കാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിലല്ലേ നമ്മൾ ആ പ്രോബ്ലംസിൻ്റെ അന്ന് പുറത്ത് വന്ന് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് തീർത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് സമാധാനിക്കും. അതിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ പഠിച്ചു വരുന്നത്. അപ്പോൾ ആ പഠിക്കുന്നതിലെടുക്കാണ് നമുക്കെന്നാ വേണ്ടതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടെന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും ഈ പറഞ്ഞ പോലെ ഇത് വരുമ്പോൾ എന്താ പറയുക, പ്രോബ്ലംസിൻ്റെ ഇത് വരുമ്പം അവർ ഒന്നും മനസ്സിരുത്തി ഇരുന്നിട്ട് ആലോചിച്ചിട്ട് വേണം നീ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യണോ എല്ലാം ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് പറഞ്ഞ പോലെ ഈസി ആയിരിക്കും. പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ ആ തരണം ചെയ്തിട്ട് പോകുമ്പോഴാണല്ലോ എല്ലാം നമുക്ക് ഒരു ഫ്രീ ആയിട്ട് തോന്നുക. ആ സമയം വളരെ കോംപ്ലിക്കേഷൻ നിറഞ്ഞതാണ്. അപ്പോൾ അതെല്ലാം തരണം ചെയ്തിട്ട് വേണം നമ്മൾ ലൈഫിൽ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് ഒരു ഇത് വരുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല, അത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് ഓരോരുത്തരും ഈ ആത്മഹത്യയും ഡിപ്രഷനിൽ പോകുന്നതും എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എന്തെന്നാണ് നമുക്ക് നമ്മൾക്ക് എന്നാണ് നമ്മളെ ആവശ്യം, നമ്മളെ നീഡ് എന്തെന്നാന്നെല്ലാം മനസ്സിലാക്കി എടുക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്.
നമ്മൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഇഷ്യൂസ് എന്തെങ്കിലും നമ്മൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ചിലപ്പോൾ അനങ്ങാണ്ട് ആരോടും പറയാണ്ടും എല്ലാം വെച്ചിട്ട് നമ്മളത് സ്വന്തമായിട്ട് ടാക്കിൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പുറമെ വരുമ്പോൾ അന്ന് നമ്മളൊരു ശക്തിയായിട്ട് ഒരു കാര്യങ്ങളിൽ നിന്നിട്ട് പഠിച്ചു കഴിഞ്ഞാലാണ് അപ്പോൾ പ്രോബ്ലംസ് പുറത്ത് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് നമ്മളെ കുട്ടികൾക്കും അതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ അകത്ത് നിന്ന് ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ല അതിൻ്റെ അകത്ത് നിന്ന് പുറമെ വന്നു കഴിഞ്ഞാലല്ലേ നമ്മളെ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതേപോലെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലും വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ തന്നെയാണ് അവർക്കും അവരുടെ ഇഷ്യൂസ് ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കും പറ്റും. അപ്പോൾ ഇപ്പം അവർക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരുടെ ദേഷ്യപ്പെടാനൊന്നും പാടുമില്ല. കാരണം എന്ന് വെച്ചാൽ അവർ കുട്ടികളെന്ന് വെച്ചാൽ അവർ കളിച്ച് വളരേണ്ട സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഫ്രണ്ട്സുമായിട്ടും അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ അടുക്കൊന്ന് സംസാരിക്കാണ്ട് അനങ്ങാണ്ട് നിൽക്കും. അപ്പം നമ്മൾ വേണം അവരുടെ അടുക്ക് സംസാരിച്ചിട്ട് അവരുടെ ഉള്ളിലെ ഇഷ്യൂസ് എന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പാരൻസ് എന്താക്കണമെന്ന് വെച്ചാൽ പാരൻസിൽ ഒരിക്കലും അവരുടെ ദേഷ്യപ്പെട്ടിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ഒന്നും പറയുമൊന്നുമില്ല, ഒന്നും പറയില്ല. അത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് അങ്ങനെ നിൽക്കും. ഓരോരു സിറ്റുവേഷൻ വരുമ്പോൾ അന്ന് അവർ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവർ കാണിക്കുക. അപ്പം എന്ന് വെച്ചാൽ അങ്ങനെ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയ്ക്കും അങ്ങനെ തന്നെ. ഇപ്പോൾ ഹസ്ബൻഡ് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഭാര്യ അത് മനസ്സിലാക്കിയിട്ട് അനങ്ങാണ്ടിരിക്കണം തന്നെ ഒരു പ്രോബ്ലം കൂടുതൽ ക്രിയേറ്റ് ചെയ്യാണ്ട് അനങ്ങാണ്ടിരിക്കണം. അതേപോലെ ഭാര്യയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഭർത്താവും അതേപോലെ കാര്യങ്ങൾ സ്മൂത്തായി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏതാണെന്ന് അന്വേഷിക്കണം. അതല്ലേ നമ്മളെപ്പോൾ ആഗ്രഹിക്കുന്നത്. കാരണം നമ്മളെ ഭർത്താക്കന്മാർ നമ്മളോടൊക്കെ ചോദിക്കണം എന്തെന്നാ എങ്ങനെയാണെന്നല്ലോ. പക്ഷേങ്കിൽ ആരും അങ്ങനെയൊന്നും ഫിലിമി ലൈഫ് സ്റ്റൈലൊന്നും അല്ലല്ലോ എല്ലാവരും ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ഓക്കെ അങ്ങനെ. അതിനെ പറ്റിയിട്ട് നോ കമൻറ്റ്സ് വേറെ ഒന്നുമില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ഓരോരോ പ്രോബ്ലംസാണ്. അപ്പം നമ്മളെ ഒരു സ്ത്രീ ആണെങ്കിൽ നമ്മളെ തന്നെ നമ്മൾ ശരിയാക്കി എടുക്കണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓരോരോ ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ പ്രോബ്ലംസ് എല്ലാം ഇതാക്കിയെടുക്കാൻ നമ്മൾ പഠിക്കണം. പഠിച്ചിട്ടില്ലെങ്കിൽ എന്ന് വെച്ചാൽ ഒരു തരം എല്ലാവരും ഇഷ്യൂസ് എല്ലാം വരുമ്പോൾ എല്ലാവരും സോൾവ് ചെയ്യുന്നതാണ്. അതൊന്നും വലിയ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേങ്കിൽ ഓരോരുത്തരും അത് വലിയ ഇഷ്യൂസായിട്ട് മാറ്റി ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് പോയി. ഡിപ്രഷന് പിന്നെ അത് ഒരു പുറത്ത് വരാൻ പറ്റാണ്ട് ലാസ്റ്റിൽ ആരാ എന്നാന്നും പോലും അറിയാത്ത അവസ്ഥയിൽ ഓരോരുത്തർ ജീവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കേഷൻ പറഞ്ഞ പോലെ മരുന്ന് എന്തെങ്കിലും എടുക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഡോക്ടറെ കണ്ടിട്ട് തന്നെ ചെയ്യേണ്ടത്. അതിൻ്റെ സ്വന്തമായിട്ട് ഒരിക്കലും ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും അവരുടെ ലൈഫിൽ ഒറ്റപ്പെടലെന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും അത് എന്നാന്നൊരു മോശമായിട്ടുള്ളൊരു ഇതായിട്ട് എടുക്കണ്ട. നമ്മൾ ഒറ്റക്കാന്ന്, നമ്മൾക്ക് ആരുമില്ല നമ്മളെ നോക്കാൻ, അങ്ങനെ ഒരു ഒറ്റപ്പെടൽ വരുമ്പോൾ മനസ്സിലാക്കുന്നത് ലൈഫിൽ നമുക്ക് എന്തെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ആ ഒറ്റപ്പെടലിൽ കൂടിയാണ് നമ്മൾ ആരാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലേക്കൂടി കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അത് നമ്മളിൽ ഓരോരുത്തരും നമ്മൾ ഓരോരോ വ്യക്തികളും അത് പ്രാക്ടീസ് ചെയ്താലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അതിലെ കൂടി എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇന്ന് ഈ പറഞ്ഞ വീഡിയോ കണ്ടൻറ്റ്, അതായത് ഈ ഒറ്റപ്പെടലിലെ കൂടി നമുക്ക് എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റുമെന്ന് ഓരോരുത്തരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലാണ്ട് ആ ഒറ്റപ്പെടൽ ഒരു ഡിപ്രഷനിലേക്ക് ആക്കണ്ട, ഒരു രോഗിയായി മാറണ്ട ആരും. എല്ലാവരും ഹെൽത്തി ആയിട്ട് നിൽക്കണം. അതുകൊണ്ട് എൻ്റെ ഈ പറഞ്ഞ പോലത്തെ ഈ ഈ പറഞ്ഞ ഇതിൽ എനിക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്ലീസ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.